ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഹണി റോസ് ബോച്ചെ പ്രശ്നത്തിന് ശേഷം ഇപ്പോൾ പുതുതായി നമ്മുടെ ബോച്ചെ കൊടുത്ത ഇൻ്റർവ്യൂവിലെ പ്രധാനപ്പെട്ട ചില വാചകങ്ങൾ ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. അതുപോലെ തന്നെ ഹണി റോസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലെ പാലക്കാട് നടന്ന ഉദ്ഘാടനത്തിൻ്റെ വീഡിയോയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളോട് പങ്കുവെക്കാനുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ ബോച്ചെ എന്താണ് പറഞ്ഞത് എന്ന് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം ഹണി റോസിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളും തീർച്ചയായിട്ടും നമുക്കിന്ന് സംസാരിക്കാനുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളാരും വീഡിയോ സ്കിപ്പ് ചെയ്ത് തീർത്തും കാണുമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കണം. ആദ്യമായി നമ്മുടെ ബോച്ചെ എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് ആദ്യമായി ഒന്ന് കേൾക്കാം. നിങ്ങളൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ അത് നടക്കുന്നത് വരെ 99 അല്ല 100% കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ അത് നടക്കുന്നത് വരെ ഫോളോ അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരു 3 times ട്രൈ ചെയ്യുള്ളൂ. 1 3 3 നടക്കില്ല. ദാറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്നാണ് വിശ്വസിച്ചിരുന്നത്. അന്ധവിശ്വാസം. പിന്നീട് മനസ്സിലായി 3 അല്ല 30 അല്ല 300 ആയാലും നമ്മൾ ട്രൈ ചെയ്താൽ നടക്കും. അതാണ് അതിന്റെ ശരി, അതാണ് അതിന്റെ കണ്ടുപിടുത്തം. അങ്ങനെയുള്ള അനുഭവങ്ങൾ വന്നപ്പോൾ ജീവിതത്തിൽ പല പരാജയങ്ങൾ വരുമ്പോൾ വീണ്ടും വീണ്ടും അത് ഫോളോ അപ്പ് ചെയ്ത് വിജയത്തിലേക്ക് കയറി വരികയാണ്. അങ്ങനെയാണ്. അപ്പോൾ അതാണ് ഫോളോ അപ്പാണ് ഇതിന്റെ ബേസ്. ഇപ്പൊ എന്താ, കേരളം ഒരുപാട് പഠിപ്പുള്ള ആൾക്കാരാണ് കേരളത്തിൽ. പക്ഷെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് കേരളത്തിലാണ്. കാരണം പഠിപ്പുകൊണ്ട് മാത്രമല്ല, പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാവും. നോളജ് ഈസ് പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ നിരാശരാവരുത്, ഭയപ്പെടരുത്. ജീവിതത്തെ നമ്മൾ ഒരു കോൺഫിഡൻസ് ലെവലിൽ മുമ്പോട്ട് പോകണം. എന്നും പേടിച്ച് ചാവാൻ നോക്കരുത്. ഒരു മരണമുള്ളൂ, അതപ്പം നടക്കും. എന്നും പേടിച്ച് മരിക്കണം വേണ്ട. അത് ജനിച്ചാൽ ജീവിക്കും. എല്ലാവർക്കും ഒരു കാലുവെക്കാൻ അവസരമുണ്ട്. അപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക, വിശ്വാസത്തിൽ പ്രതീക്ഷയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഭയം ശത്രുവിന്റെ വിജയത്തിന്റെ ശത്രുവാണ്. പ്രധാനമായും എടുത്തു പറഞ്ഞത് 3 സുപ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന്, എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെന്ന് 100% നമ്മൾ ആഗ്രഹിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മളത് 1 അല്ല 10 അല്ല 300 അല്ല 1000 പ്രാവശ്യം ട്രൈ ചെയ്താലും നമുക്ക് അത് ലക്ഷ്യം നേടുക തന്നെ ചെയ്യുമെന്നാണ് ബോച്ചെ പറയുന്നത്. അതുപോലെ തന്നെ പണ്ട് ബോച്ചെ പറയുന്നത്, എൻ്റെ വിശ്വാസം 1 ഒത്താൽ 2 ഒക്കും 2 ഒത്താൽ 3 ഒക്കും 3ലും കിട്ടിയിട്ടില്ലെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്നാണ് വിശ്വാസം എന്ന് പറഞ്ഞത്. അതെല്ലാം ഇപ്പോൾ മാറിയെന്നും തീർച്ചയായിട്ടും തോൽവി വിജയത്തിൻ്റെ ശത്രുവാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ തോൽവിയിൽ നമ്മൾ പതറാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലക്ഷ്യം നേടാൻ വേണ്ടി സാധിക്കുമെന്ന് ബോച്ചെ പറയുന്നു. അതുപോലെ തന്നെ ബോച്ചെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കേരളം സാക്ഷരതയിൽ 1ാം സ്ഥാനത്താണെങ്കിലും ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഇന്ന് ആത്മഹത്യ നടക്കുന്ന സംസ്ഥാനം കേരളമാണെന്ന് എടുത്തു പറയുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, ഒരു വിദ്യാഭ്യാസം കൊണ്ട് മാത്രം കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. അനുഭവം വേണം. ഒരുപാട് അനുഭവങ്ങളും നോളജും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിൻ്റെ കുറവ് കൊണ്ടാണ് ഇന്ന് കേരളത്തിൽ കൂടുതൽ ആത്മഹത്യ പെരുകുന്നത് എന്നും ബോച്ചെ പറയുന്നു. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ബോച്ചെ പറയുന്നത്, നമ്മളെല്ലാവരും 99 അല്ല 100% അതിനുവേണ്ടി ഫോളോ അപ്പ് ചെയ്യണം. അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ മാത്രമേ ജീവിതത്തിൽ നമുക്ക് ഉയർച്ചകൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഏതൊരു ഉയർച്ചക്കും ഒരു താഴ്ചയുണ്ടെന്ന് മനസ്സിലാക്കണമെന്ന് ബോച്ചെ നമ്മെ ഉപദേശിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഹണി റോസിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഇന്ന് സുപ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. പണ്ടത്തെ പോലെ ഹണി റോസിനെ കാണാൻ ആൾക്കാർക്ക് താല്പര്യമില്ലാതായിരിക്കുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് ആർക്കും തന്നെ മനസ്സിലാവുന്നില്ല. പണ്ട് ആൾക്കാർ ഒരു സ്റ്റേജിൽ കണ്ടു കഴിഞ്ഞാൽ ഹണി റോസാണ് വരുന്നത് എന്ന് കണ്ടാൽ തീർച്ചയായിട്ടും അവിടെ ട്രാഫിക് ജാമും ബഹളവും 10,000-കണക്കിന് യുവാക്കൾ അടിഞ്ഞുകൂടുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിരുന്നു. എന്നാൽ അതൊന്നും കാണാനില്ല. തീർച്ചയായിട്ടും വളരെ ഒരു ഒതുക്കത്തിലുള്ള യാതൊരു ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാത്ത നല്ല ഒരു ഉദ്ഘാടനം നമ്മൾ കണ്ടു. അതുപോലെ തന്നെ രാഹുൽ ഈശ്വർ വളരെ സ്പഷ്ടമായ രീതിയിൽ അദ്ദേഹം വിമർശനത്തിന് അതീതരല്ല എന്ന് പറഞ്ഞ ആ വ്യക്തി ഇന്ന് വിമർശനങ്ങൾ കുറഞ്ഞിരിക്കുന്നു. കാരണം എന്താണ്? അദ്ദേഹം ഇന്ന് ആൾക്കാർക്ക് കാണാമെല്ലാം പാകത്തിനുള്ള നല്ല ഒരു ഡ്രസ്സ് ഇട്ട് ഇന്ന് ജനങ്ങളുടെ മുന്നിലേക്ക് വന്നത് കൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് അത് കാണാനും അതുപോലെ തന്നെ അഭിമുഖീകരിക്കാനും അതുപോലെ തന്നെ വൃത്തികെട്ട യാതൊരു കമൻറ്റുകളും ഹണി റോസിൻ്റെ ഈ ഉദ്ഘാടനത്തിൻ്റെ താഴെ വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതിനുള്ള കാരണം എന്ന് പറയുന്നത് മാറ്റം തന്നെയാണ്. ഈ മാറ്റം എന്നത് നിലനിൽക്കട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. കൂടുതൽ നമുക്ക് വിമർശിക്കാനുള്ള അവകാശമില്ല. നാളെ നമ്മുടെ എതിർക്കും കേസ് വരും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഹണി റോസിൻ്റെ ഭാവി എല്ലാം
ആശംസകളും നമ്മളും അർപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ ഉദ്ഘാടന വേദിയിൽ അണി റോസ് പെരുമാറിയ രീതിയും അതുപോലെ തന്നെ അണിഞ്ഞ വസ്ത്രവും നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം പ്രേക്ഷകരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ആ വീഡിയോ നിർവഹിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം ഹരി, ഐ എം റിയലി ഹാപ്പി. ഹായ് പാലക്കാട്, സുഖാണോ? ഒത്തിരി സന്തോഷം. ഈ ഒരു സ്നേഹവും ഈ ഒരു വെൽക്കവും ഒക്കെ കാണുമ്പോൾ ഒരു ദൈവത്തിന്റെ ഒരു വലിയൊരു ബ്ലെസ്സിംഗ് ആയിട്ട് മാത്രമാണ് ഞാൻ എപ്പോഴും കരുതാറുള്ളത്. നിങ്ങളുടെ ഇത്രയും വിലപ്പെട്ട സമയം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിന് 1000 നന്ദി പറയുന്നു. ആദ്യം തന്നെ നമ്മുടെ ഓണർ ചെന്താമര സാർ, അദ്ദേഹത്തിന്റെ പേര് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി മനസ്സിൽ. ഒരു ബ്യൂട്ടിഫുൾ നെയിമാണ്. യൂഷ്വലി നമ്മൾ അങ്ങനെ കേൾക്കുന്ന ഒരു പേരല്ല. ചെന്താമര സാർ, അദ്ദേഹത്തിന്റെ മകൻ അരുൺ, അദ്ദേഹവും ഇവിടെയുണ്ട്, ഫാമിലി ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവിധ ആശംസകളും നേർന്നു. വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു ബ്രാൻഡ് ഇനി നമ്മൾ കേരളത്തിലുടനീളം ആൻസർ കൂടിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് മനസ്സിലായോ ജയിൽ നമ്മുടെ ആ വേട്ടയിലുള്ള ആ പാട്ടിൽ 2 സ്റ്റെപ്പ് മുന്നിൽ ഇന്ന് ഹണി റോസ് ഉദ്ഘാടനത്തെത്തി. ആൾക്കാർ കുറഞ്ഞാലും തീർച്ചയായിട്ടും വളരെ നല്ല ഒരു സദസ്സായിരുന്നു അത്. അതുപോലെ തന്നെ ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം അതിൻ്റെ കീഴിൽ വന്ന മെസ്സേജിൽ ഒന്നും തന്നെ അഭിഷേകമോ അതുപോലെ തന്നെ മോശമായ യാതൊരു കമൻറ്റും ഇല്ല എന്നുള്ളത് വളരെ സത്യപരമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ സമൂഹത്തിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകുകയില്ല, ആരും തന്നെ വിമർശിക്കാനും വരികയില്ല എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ബോച്ചെ പറഞ്ഞ സുപ്രധാനപ്പെട്ട ഒരു വാക്കുകൂടി ഞാൻ കടമെടുത്ത് പറയുകയാണ്. എന്നെന്നും എല്ലാ ദിവസവും പേടിച്ച് മരിക്കാൻ എന്നെ കിട്ടില്ല എന്നും മരണം എന്തായാലും ഒരു ദിവസം ഉണ്ടാവും, അന്ന് മരിച്ചാൽ മതി എന്നാണ് ബോച്ചെ പറയുന്നത്. ആ ഡയലോഗ് നിങ്ങളെ ഓർമ്മിപ്പിച്ചു.